ഹേയ് ഗായ്സ്, ഇന്നൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ ആണ്. ഇന്ന് ഈവനിങ് എന്താ പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടിയുടെ ഉണ്ടല്ലോ, നമ്മളെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ട്, നക്ഷത്ര, ആ കുട്ടിയുടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മളെ അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതേപോലെ തന്നെ ജതഫിലാണ്, ദുബായ് ജതഫിലാണ്. അപ്പം ഞാൻ നേരെ വിവേകൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവരെയും കൂട്ടിക്കൊണ്ടാണ് പോകണം. അപ്പോൾ നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ വിവേകൻ്റെ ഫ്ലാറ്റ് എത്തി. നേരെ റൂമിൽ ചെല്ലുക, അവരെ വിളിക്കുക, അവരെ ഇറങ്ങിയെന്തോ നമുക്ക് എന്തായാലും നോക്കാം. ഇറങ്ങി നോക്കാം എന്താവുമല്ലോ. എന്താ പരിപാടി, ക്ലാസിക്കൽ ഡാൻസ് ആണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പോവാം, പോയി നോക്കാം. പോയിട്ട് എന്താണ് അവിടുത്തെ പരിപാടി, പ്രോഗ്രാമൊക്കെ നമുക്ക് നോക്കി ആസ്വദിക്കാം. നോക്കാം, ലെറ്റ്സ് ഗോ. നമുക്ക് വിവേകൻ്റെ ഫ്ലാറ്റ് ചെന്നിട്ട് അവിടെ എന്താണെന്ന് ആദ്യം നോക്കണം. അവർ റെഡി ആയോ, റെഡി ആയില്ലേ, എന്താണെന്നൊക്കെ നോക്കണം. പിന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ പിള്ളേരായിട്ട് മൊത്തം കഴിഞ്ഞ വീക്കെൻഡ് പൊളിച്ചത്. അങ്ങനെ ലേറ്റ് ആയാലും എന്നെ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്, അങ്ങനെ ലേറ്റ് ആയിട്ട് എൻ്റെ തെരയും കേട്ട് ഞാനിങ്ങനെ നിൽക്കാൻ റെഡി ആയിട്ടുണ്ട്. വേദിക ഏതു ചെരുപ്പെല്ലാം പോയിട്ടാണ് വാങ്ങണം. ഷൂ ഉണ്ടോ? ഷൂ എടുത്തിട്ടുണ്ടോ? വേദുവിന് ഷൂസ് ഇട്ട് കൊടുക്കണൊക്കെ. ഇവിടെ വേറൊരാൾ സ്കൂളിലാണ് പ്രോഗ്രാം. ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്, സെമി ക്ലാസിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. കറങ്ങി അങ്ങനെ സ്കൂളെത്തി. ഇതാണ് ഇവിടെ സ്കൂളിൽ വെച്ചാണ് പരിപാടി. ഇവിടെ സ്കൂളിൽ വെച്ചാണ് പരിപാടി. ഫുഡൊക്കെ കഴിക്കാനുള്ള കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പേയ്മെൻറ്റ് ചെയ്യണം. കഴിക്കാനുള്ള കൗണ്ടറൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ നക്ഷത്രയുടെ കുറച്ച് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾ കണ്ടു നോക്കിയാൽ കുറച്ച്. നക്ഷത്ര വന്നിട്ടുണ്ട്. നക്ഷത്ര
പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. മെഡലൊക്കെ കിട്ടി. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യമായിട്ട് കളിക്കണേ സ്റ്റേജ്? പക്ഷെ ഡാൻസ് കണ്ടിട്ട് അങ്ങനെ ഫസ്റ്റ് ആയിട്ട് തോന്നില്ല. നമ്മൾ ഇറങ്ങി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് നേരെ നമ്മൾ കരാമയ്ക്ക് വന്ന് അവിടുന്ന് നേരെ കരാമ എത്തി. ഇനി എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ അവരെല്ലാവരും ഉണ്ട്. ചേട്ടനും അങ്ങോട്ട് പോയി. ദുബായ് ഫ്രെയിം ഞാൻ കാണിച്ചതാണ്. ദുബായ് ഫ്രെയിം വേദുവിന് നല്ല ഉറക്കം വരുന്നത്. വേദു നമ്മൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞത് പുട്ടും അയല മാങ്ങാക്കറി അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. കറിയും പുട്ടും. പിന്നെ ഇവര് മന്തി പറഞ്ഞു, ചേച്ചി മന്തി പറഞ്ഞു. അങ്ങനെ നമ്മുടെ മന്തി വന്നിട്ടുണ്ട്. പിള്ളേർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ വേണേ മന്തി ഒന്നുകൂടെ ലെഗ് പീസ് എടുക്കട്ടെ. ഞാൻ നോക്കില്ല. ബിരിയാണിയും വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ട് വന്നു, പിന്നെ മാങ്ങാക്കറി വന്നു. അപ്പോൾ ഇത് കൂട്ടി ഞാൻ കഴിച്ചിട്ടൊക്കെ വരാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. എൻ്റെ മോനെ എന്ത് മൈൻഡ് സെറ്റാന്ന് നോക്കിയാൽ. നമ്മൾ നല്ല മന്തിയൊക്കെ ഇരുന്ന് തിന്നണം. പുള്ളിക്കാരി ഒന്നും തിന്നാതെ ഡയറ്റ് എടുത്ത് അമ്മാതിരി ഡയറ്റാണ്. ഫുഡ് കഴിക്കാതിരുന്നു. ഒരു നേരം കഴിക്കുള്ളൂ. രാവിലെ മാത്രം കഴിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഉച്ചയ്ക്ക് കഴിക്കില്ല, രാത്രിയും കഴിക്കില്ല. നമ്മളിപ്പോൾ രാത്രി ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ പുള്ളിക്കാരി ഒന്നും കഴിക്കാതോട്ടിരിക്കും. നമ്മൾ നല്ല മന്തിയും ചാർക്കോളും എല്ലാം വാങ്ങിച്ച് കഴിക്കും. പൊട്ടൊക്കെ പുള്ളിക്കാരി കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുക. ഒരു മൈൻഡ് സെറ്റായി. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിനിയിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തിരിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം ഒരു 11 മണിയായി. ഫുഡൊക്കെ കഴിച്ചിട്ട് ചായ കുടിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാമെന്ന് വിചാരിച്ച് നടക്കുക. ഫ്രെയിമിൻ്റെ അവിടെ എത്തി സുഹൃത്തുക്കളെ. അപ്പോൾ ഫ്രെയിമിൻ്റെ അവിടെ സബീൽ പാർക്കുണ്ട്. സബീൽ പാർക്കിലേക്കിട്ടാണ് നമ്മൾ പോണത്. കരാമ ഇപ്പുറത്താണ്. കരാമയുടെ തൊട്ടപ്പുറത്താണ് സബീൽ പാർക്ക് പറഞ്ഞത്. ഇപ്പുറം കരാമ, അപ്പുറം സബീൽ പാർക്ക്. നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് വഴി കയറി കറങ്ങി നേരെ അപ്പുറത്ത് ചെല്ലുമ്പോൾ സബീൽ പാർക്ക് എത്തുന്നു സുഹൃത്തുക്കളെ. വലിയൊരു പാർക്കാണ് സുഹൃത്തുക്കളെ, വലിയൊരു പാർക്കാണ്. പിന്നെ അതിനകത്ത് കുറേ കറങ്ങാനൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ജസ്റ്റ് ഒന്ന് കാണുക. വലിയ എങ്കിലും നമുക്ക് കുറേയൊക്കെ കറങ്ങാം, വർത്താനം പറയാം, ഇരിക്കാം. അത് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ അകത്ത്. ഞാൻ മുന്നേ പോയിട്ടുണ്ട്. നമ്മൾ ന്യൂ ഇയറിന് പോയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് സുഹൃത്തുക്കളെ ബുർജ് ഖലീഫ ഉണ്ടോ? ഫ്രെയിം ബുർജ് ഖലീഫ. നമ്മൾ ആ ബുർജ് ഖലീഫ ആ ഫ്രെയിമും കൂടി കുറച്ച് അപ്പുറത്തോട്ട് പോയി നിന്നിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. ഈ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ കൂടി നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും. സൂപ്പറാണ്, നല്ല രസമാണ് കാണാൻ. നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്, പക്ഷെ അത് കാണിച്ചു തരണമെങ്കിൽ ഞാൻ അങ്ങ് പോകണം. പിന്നെ അടുത്ത് കള്ളി നോക്കി ഷെയ്ഖ് സയ്യിദ് റോഡ് നോക്കിയ സുഹൃത്തുക്കളെ. ഷെയ്ഖ് സയ്യിദ്
ഇത് സോറി ഷെയ്ഖ് സായിദ് അല്ല, ഇത് ഷെയ്ഖ് ഖലീഫ ബിൻ റോഡാണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ ടയേർഡായി. വേട്ടനും ടയേർഡായി. വേട്ടൻ പിന്നെ നടക്കാൻ മടിയുള്ള കൂട്ടത്തിലല്ലാത്തതുകൊണ്ട് നല്ല എനർജിക്കായിട്ട് പോകുന്നുണ്ട്. ഞാനപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ ചാർജ് തീരാറായി. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും കൂടി അമർത്തി. അതേപോലെ അടുത്ത വീഡിയോയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ബൈ ബൈ.